ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സൺസിറ്റി ജുവലറി പത്തനാപുരം, വിജയകൃഷ്ണ ജുവലറി പുനലൂർ, ഇലഗൻ ഇവന്റ്സ് കാറ്ററിംഗ് പത്തനാപുരം, പവിത്രം ജുവലറി പുനലൂർ, പാലിത്ര ഫാഷൻ ജുവലറി പുനലൂർ, തോട്ടുകടവിൽ പുനലൂർ, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ. Pure golden beauty. My dream girl. For your wedding. Sun City Golden Diamonds, Main Road, Pattanapuram. 100% BIS Hallmark Gold. ദേവ സ്റ്റാർ ഹോംസ് കെട്ടിട നിർമ്മാണം സ്വപ്ന സമാനമാക്കുവാൻ ദേവ സ്റ്റാർ ഹോംസിൽ വശ്യചാരുതയാർന്ന വർണ്ണവിസ്മയം ഒരുക്കിയിരിക്കുന്നു. ബാത്റൂമിന്റെ ഭംഗിയും ശുചിത്വവും ദേവ സ്റ്റാർ ഹോംസിലൂടെ ലോകോത്തര നിലവാരം പുലർത്തുന്നു. ഇലക്ട്രിക്കൽ, ഗ്ലാസ് വാഷ് ബേസിൻ, മിറർ, ബാത്റൂം ഫിറ്റിംഗ്സ്, മോഡുലാർ കിച്ചൺ, പ്ലംബിംഗ്, ടൈൽസ്, സാനിറ്ററി, പെയിന്റ്, ഫർണിച്ചർ, ഗ്രാനൈറ്റ്, സിമെന്റ്, CP fancy items. Best quality product is our responsibility. Deva Star Homes, Punalur, Pattanapuram. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ഷോറൂം വിജയകൃഷ്ണ ജുവല്ലേഴ്സ്, കൊട്ടാരക്കര, പുനലൂർ. പുനലൂർ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. എല്ലാവിധ ബ്രാൻഡഡ് കമ്പനികളുടെയും വിപുലമായ ശേഖരം. ബ്രാൻഡഡ് കമ്പനികളുടെ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് ഐറ്റംസ്, സാനിറ്ററികൾ, ലൈറ്റ് ഫിറ്റിംഗ്സ്, ഫാൻസി ലൈറ്റുകൾ, ന്യൂ ജനറേഷൻ LED ലൈറ്റുകൾ എന്നിവ മിതമായ നിരക്കിൽ ഇവിടെ നിന്നും ലഭിക്കുന്നു. ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. സേവ് ഇലക്ട്രിസിറ്റി ആൻഡ് ASL Traders, Alimukkad, Punalur. Contact 98465 04688 70250 61801. നിങ്ങളുടെ സ്വപ്ന സൗധങ്ങൾക്ക് വർണ്ണപ്പകിട്ടേകാൻ ഏഷ്യൻ പെയിന്റ്സ്, ബർജർ പെയിന്റ് തുടങ്ങി എല്ലാ പ്രമുഖ കമ്പനികളുടെയും എല്ലാവിധ പെയിന്റുകളും ഹോൾസെയിൽ വിലയിൽ ലഭ്യമാണ്. ഡോർ ലോക്സ്, ഹാൻഡിൽസ്, ടവർ ബോൾട്ട്, അലൂമിനിയം ഫിറ്റിംഗ്സ്, വെൽഡിംഗ് റോഡ്, കട്ടിംഗ് ബ്ലേഡ്സ് തുടങ്ങി എല്ലാവിധ ഹാർഡ്വെയർ ഐറ്റംസും ഇവിടെ ലഭ്യമാണ്. ASL Traders, അലിമുക്ക്, പുനലൂർ. കമ്പനി, പത്തനാപുരം. വാസ്തുവിദ്യയുടെ താളിയോല ഗ്രന്ഥങ്ങളിൽ നിന്നും ആവാഹിച്ചെടുത്ത കരവിരുത്. വാസ്തുവിദ്യയുടെ പൊരുളറിഞ്ഞ 5 പതിറ്റാണ്ടിന്റെ ഉജ്ജ്വല പാരമ്പര്യവുമായി പോൾ ആൻഡ് കമ്പനി, പത്തനാപുരം. കേരളത്തിലെ ഈട്ടിയുടെയും തേക്കിന്റെയും ഈറ്റില്ലമായ പത്തനാപുരത്തു നിന്നും തുടങ്ങുന്ന ജൈത്രയാത്ര. ഇറക്കുമതി ചെയ്യുന്ന യൂസ് ആൻഡ് ത്രോ ഫർണിച്ചറിന്റെ കാലം കഴിഞ്ഞു. ഇനി ആർഷഭാരതത്തിന്റെ മുഖമുദ്രയായ ഈട്ടിയുടെയും തേക്കിന്റെയും ഫർണിച്ചർ ആജീവനാന്ത ഗ്യാരണ്ടിയോടെ ഉപയോഗിക്കൂ. പോൾ ആൻഡ് കമ്പനി, ഹെഡ് ഓഫീസ്, പത്തനാപുരം. ഇനിയെന്നും ഗൃഹോപകരണങ്ങൾ പലിശരഹിത വായ്പയിലൂടെ സ്വന്തമാക്കാൻ അവസരം. നോക്കട്ടെ. White Mart, South India's largest home appliances retail network. കുറുമ്പലിൽ ഇലക്ട്രോണിക്സ് എല്ലാ പ്രമുഖ കമ്പനികളുടെയും എയർ കണ്ടീഷണറുകൾ, ടെലിവിഷനുകൾ, റെഫ്രിജറേറ്ററുകൾ, മിക്സികൾ, ഗ്രൈൻഡറുകൾ, ഗ്യാസ് സ്റ്റവുകൾ, ഇൻഡക്ഷൻ കുക്കറുകൾ, അയൺ ബോക്സുകൾ, തയ്യൽ മെഷീനുകൾ, ഹോം തിയേറ്ററുകൾ, ലാപ്ടോപ്പ്, സെറ്റ് ടോപ്പ് കമ്പ്യൂട്ടറുകൾ തുടങ്ങി ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ ഉൽപ്പന്നങ്ങൾ, സ്പെയറുകൾ ഇവിടെ നിന്നും മിതമായ വിലയിൽ ലഭ്യമാണ്. കുറുമ്പലിൽ ഇലക്ട്രോണിക്സ്, SBTക്ക് സമീപം, മെയിൻ റോഡ്, പുനലൂർ. നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സുരേഷ് കുമാർ. പ്രധാന വാർത്തകൾ. പുനലൂരിൽ ബൈക്ക് മോഷണ സംഘം അറസ്റ്റിലായത് വർക്കല സ്വദേശി മുഹമ്മദ് ആഷിഖും തടിക്കാട് സ്വദേശി അബ്ദുൾ നാസറും. കുപ്രസിദ്ധ മോഷ്ടാവ് ആഡ് ആന്റണിയെ തെളിവെടുപ്പിനായി അഞ്ചലിലെത്തിച്ചു. പുനലൂർ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി. മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ശശിധരന്റെ ആരോപണത്തിനെതിരെ തെന്മലയിലെ LDF നേതാക്കൾ. ഇതു സംബന്ധിച്ച് കേട്ടുകേൾവി പോലുമില്ലെന്നും നേതാക്കൾ. വാർത്തകൾ വിശദമായി. പുനലൂരിൽ ബൈക്ക് മോഷണവുമായി ബന്ധപ്പെട്ട് 2 സംഘം അറസ്റ്റിലായത് വർക്കല സ്വദേശി മുഹമ്മദ് ആഷിഖും തടിക്കാട് സ്വദേശി അബ്ദുൾ നാസറും.
പുനലൂരും പരിസര പ്രദേശങ്ങളിൽ നിന്നുമായി ബൈക്ക് മോഷ്ടിച്ച് വിൽപ്പന നടത്തിയ രണ്ടംഗ സംഘം മോഷണം മുതൽ വാങ്ങിയ കച്ചവടക്കാരനെയും പുനലൂർ പോലീസ് പിടികൂടി. വർക്കല മിഷൻ കോളനിയിൽ മുഹമ്മദ് ആഷിഖ്, തടിക്കാട് SRM മൻസിലിൽ അബ്ദുൽ നാസർ എന്നിവരാണ് ബൈക്ക് മോഷ്ടാക്കൾ. മോഷണം മുതൽ തുച്ഛമായ വിലയ്ക്ക് വാങ്ങി കച്ചവടം നടത്തി വന്ന തടിക്കാട് കടമാങ്കുഴി പുത്തൻവീട്ടിൽ നജീമും പിടിയിലായിട്ടുണ്ട്. പുനലൂർ ഗവൺമെന്റ് ആശുപത്രി പരിസരത്തു നിന്നും 2 ദിവസങ്ങളിലായി 2 ബൈക്കുകൾ മോഷണം പോയിരുന്നു. പോലീസിന് ലഭിച്ച പരാതിയെ തുടർന്ന് അന്വേഷണം നടത്തി വരവെ പുനലൂരിന്റെ പരിസര പ്രദേശങ്ങളിൽ നിന്നും വീണ്ടും ബൈക്കുകൾ മോഷണം പോയി. പുനലൂർ SIയുടെ നേതൃത്വത്തിൽ ഇതിനായി പ്രത്യേക സംഘം രൂപീകരിച്ച് അന്വേഷണം നടത്തിവരുന്നതിനിടയിലാണ് പ്രതികൾ പിടിയിലായത്. ആദ്യം ഒരു ബൈക്ക് കാണാതായി, തുടർന്ന് അതിന് ഞങ്ങൾ ഒരു കേസെടുത്ത് അന്വേഷിച്ചു വരിക. അപ്പോൾ അതിനുശേഷം ബൈക്കുകൾ പോയതായിട്ട് പോലീസ് സ്റ്റേഷനിൽ വരെ പറഞ്ഞത്, പക്ഷേ 1-2 ബൈക്കുകൾ പോയതായിട്ട് ചെറിയ സൂചന ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് ഞങ്ങൾ അന്വേഷണം നടത്തി വരികയാണ്. ഈ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ ഇതിൻ്റെ ഒരു 2 ഇതിലെ പ്രതികളെ പിടിയിലാവുകയും തുടർന്ന് ഞങ്ങൾ സംയുക്തമായി നടത്തിയ അന്വേഷണത്തിൽ അത് നമ്മുടെ CI സുരേഷ് കുമാർ സാറ്, പിന്നെ ഇതിൻ്റെ ടീമിൽ ഞങ്ങൾ സ്ക്വാഡ് രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. അഡീഷണൽ SI ജോൺസൺ SIയുടെ നേതൃത്വത്തിൽ മുരളീധരൻ SI, സുരേന്ദ്രൻ SI, അതുപോലെ തന്നെ ഈ നിരവധി കേസുകളിൽ ഇത്തരത്തിലുള്ള കേസുകൾ കൈകാര്യം ചെയ്തിരുന്ന മുൻപ് പല കേസുകളിലൊക്കെ ഉണ്ടാകും. സ്ക്വാഡിലുള്ള രായനായാലും ഞങ്ങൾ സ്ക്വാഡ് ഉണ്ടാക്കുകയും ആ സ്ക്വാഡിൻ്റെ അന്വേഷണത്തിലാണ് ഇതിന് കൂടുതൽ തുമ്പ് ലഭിക്കുകയും 2 പ്രതികളെ കൂടുതലായി കണ്ടെത്താൻ കഴിയുകയും ചെയ്തു. ഇതിൽ 2 പ്രതികളും പിന്നെ 3ാമത്തെ പ്രതിയെ പിടിച്ചതും പിന്നെ തുടർന്ന് 2ാമതൊരു ബൈക്കിൻ്റെ കേസ് പൂർണ്ണമായും കണ്ടെത്തിയത് പുനലൂർ പോലീസാണ്. അത് 3ാം പ്രതി എന്ന് പറയുന്നത് നജീം എന്ന് പറയുന്നതാണ്. ഇവൻ ഈ മോഷണ സാധനങ്ങൾ അറിഞ്ഞുകൊണ്ട് ഈ 18-19 വയസ്സുള്ള കുട്ടികൾക്ക് കൊടുക്കുന്ന മോഷണ മോഡലുകൾ സ്വീകരിച്ച് അതിന് തുച്ഛമായ പൈസ കൊടുത്ത് ഈടാക്കുക എന്നുള്ളതായിരുന്നു അവനെ ഞങ്ങൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പുനലൂർ CI M സുരേഷ് കുമാർ, SI TS ശിവപ്രകാശ്, അഡീഷണൽ SIമാരായ KP ജോൺസൺ, D മുരളീധരൻ, B സുരേന്ദ്രൻ, ASI K രാജനാചാരി എന്നിവരാണ് പ്രതികളെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പുനലൂർ നഗരസഭയിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളെ തെരഞ്ഞെടുത്തു. ചെയർമാൻ തെരഞ്ഞെടുപ്പ് ഡിസംബർ 2 നടക്കും. പുനലൂർ നഗരസഭയിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളെ തെരഞ്ഞെടുത്തു. റിട്ടേണിംഗ് ഓഫീസറായ ടിംബർ സെയിൽസ് DFO VR ജയകൃഷ്ണന്റെ മേൽത്തോട്ടത്തിലായിരുന്നു തെരഞ്ഞെടുപ്പ് നടന്നത്. ശനിയാഴ്ച രാവിലെ 10 മണിയോടെയാണ് നടപടികൾ ആരംഭിച്ചത്. ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് K രാജശേഖരൻ, സിന്ധു ബൈജു, സുജി ഷാജി, സുരേന്ദ്രനാഥ് തിലകൻ, നെൽസൺ സെബാസ്റ്റ്യൻ എന്നിവരെയാണ് തെരഞ്ഞെടുത്തിട്ടുള്ളത്. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് V ഓമനക്കുട്ടൻ, ഗ്രേസി ജോൺ, സഞ്ജു ബുക്കാരി, V സിന്ധു, ഇന്ദുലേഖ, സുനിത എന്നിവരെയും ക്ഷേമകാര്യ കമ്മിറ്റിയിലേക്ക് R വിനയൻ, സുശീല രാധാകൃഷ്ണൻ, പ്രസന്ന, ഷേർലി പ്രദീപ് ലാൽ, അംജദ് ബിനു, സനൽകുമാർ എന്നിവരെയും തെരഞ്ഞെടുത്തു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് സുഭാഷ് ചിന്നാഥ്, S സുബിരാജ്, സബീന സുധീർ, K കനകമ്മ, G ജയപ്രകാശ്, സിന്ധു ഗോപകുമാർ എന്നിവരെയും മരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് അബ്ദുൾ ലത്തീഫ്, വിളയിൽ സഫീർ, B സുജാത, യമുന സുന്ദരേശൻ, ലളിതമ്മ എന്നിവരെയും വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് സാബു അലക്സ്, സാറാമ തോമസ്, അബ്ദുൾ റഹീം, M താജുന്നിസ, ജാൻസി എന്നിവരെയും തെരഞ്ഞെടുത്തിട്ടുണ്ട്. നിലവിലുള്ള 6 കമ്മിറ്റികളിൽ LDFനാണ് മുൻതൂക്കം. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി പ്രതിപക്ഷമായ UDFന് ലഭിക്കും. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരെ ഡിസംബർ 2 തെരഞ്ഞെടുക്കും. ന്യൂസ് ബ്യൂറോ, പുനലൂർ. തെന്മല പഞ്ചായത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പ് പൂർത്തിയായി. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനത്തേക്ക് നറുക്കെടുപ്പ് വേണ്ടിവരും. ശനിയാഴ്ച രാവിലെ 11 മണിയോടെ വരണാധികാരി കൂടിയായ പുനലൂർ PWD അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഹരിദാസൻ തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയാക്കുകയായിരുന്നു. തെരഞ്ഞെടുപ്പിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനത്തേക്ക് നറുക്കെടുപ്പ് വേണ്ടിവരും. UDFന്റെയും LDFന്റെയും 2 അംഗങ്ങൾ വീതമാണ് ക്ഷേമകാര്യ കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്. LDFന് ആകെയുള്ള 3 വനിതാ അംഗങ്ങളിൽ ഒരാൾ പ്രസിഡന്റായതും ക്ഷേമകാര്യത്തിൽ മത്സരിക്കാൻ വനിത ഇല്ലാതെയും വന്ന സാഹചര്യത്തിലാണ് ചെയർമാൻ സ്ഥാനം നറുക്കെടുപ്പിലേക്ക് നീളുന്നത്. നറുക്കെടുപ്പ് 30-ന് ചേരുന്ന കമ്മിറ്റി തീരുമാനിക്കും. വിദ്യാഭ്യാസവും ആരോഗ്യവും വികസനകാര്യവും LDFന് അനുകൂലമാകും. അധികാരത്തിലെത്താൻ കഴിയാത്ത UDF ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനം നറുക്കെടുപ്പിലൂടെയെങ്കിലും ലഭിക്കും എന്ന പ്രതീക്ഷയിലാണ്. ന്യൂസ് ബ്യൂറോ, തെന്മല. കുപ്രസിദ്ധ മോഷ്ടാവ് ആഡ് ആന്റണിയെ തെളിവെടുപ്പിനായി അഞ്ചലിലെത്തിച്ചു. പ്രതിയെ പുനലൂർ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി. 2010 മാർച്ച് 12-ന് അഞ്ചൽ ഈസ്റ്റ് ഹൈസ്കൂളിലെ ഓഫീസിന്റെ ജനാല പൊളിച്ച് കമ്പ്യൂട്ടറും ആക്സസറീസും മോഷ്ടിച്ച കേസിൽ ആഡ് ആന്റണിയെ തെളിവെടുപ്പിനായി അഞ്ചൽ പോലീസ് സ്ഥലത്തെത്തിച്ചു. പ്രതി കുറ്റം സമ്മതിച്ചുവെന്നും തൊണ്ടിസാധനം കൊല്ലത്തുനിന്നും കണ്ടെടുക്കാനുള്ള ഏർപ്പാടുകൾ പൂർത്തിയായി വരുന്നുവെന്നും അഞ്ചൽ CI KV മനോജ് കുമാർ അറിയിച്ചു. ഈസ്റ്റ് സ്കൂളിൽ ഓഫീസ് റൂമിന്റെ ജനൽപ്പാളി പൊളിച്ച് അതിലെ കമ്പ്യൂട്ടർ ആക്സസറീസും മോഷണം ചെയ്ത് പോയതാണ് നമ്മൾ കസ്റ്റഡി വാങ്ങിച്ചു. അപ്പോൾ അതിൻ്റെ സാധനങ്ങൾ റിക്കവർ ചെയ്യാനിപ്പം കൊല്ലത്ത് പോയി റിക്കവറി നടക്കുന്നുണ്ട്. കൂടാതെ മറ്റു പല സ്ഥലത്ത് ഇതേ രീതിയിലുള്ള മോഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. പ്രതിയെ ശനിയാഴ്ച രാവിലെ കോടതിയിൽ ഹാജരാക്കി.
ന്യൂസ് ബ്യൂറോ അഞ്ചൽ. പവിത്രം ജുവലേഴ്സ്. ട്രഡീഷണൽ ഓർണമെന്റ്സിനൊപ്പം ട്രെൻഡി ഫാഷൻ ഡിസൈനർ കളക്ഷൻസ്. കല്യാണ അവസരങ്ങളിൽ നിങ്ങൾ കണിഞ്ഞൊരുങ്ങുവാൻ മോഡേൺ ഫാഷൻ വെഡിംഗ് ജ്വല്ലറി, കൂടാതെ നിങ്ങളെ പ്രൗഢയാക്കുന്ന ന്യൂ അറൈവൽ പാർട്ടി വെയർ, എലഗന്റ് എത്തനിക് കളക്ഷൻസ്, പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പുനലൂർ. എലഗന്റ് ഇവന്റ്സ് ആൻഡ് കാറ്ററേഴ്സ്, പത്തനാപുരം. മേക്ക് യുവർ ഡേയ്സ് എലഗന്റ് ആൻഡ് ഇവന്റ്ഫുൾ. വിവാഹ നടത്തിപ്പിനും മറ്റ് പ്രിയ മുഹൂർത്തങ്ങൾക്കും നെട്ടോട്ടമോടുന്നവർക്ക് ഇതാ ഒരു സന്തോഷ വാർത്ത. നിങ്ങളുടെ പ്രിയ മുഹൂർത്തങ്ങൾ ഏതുമാകട്ടെ, എല്ലാം ഒരു കുടക്കീഴിൽ മിതമായ നിരക്കിൽ. എലഗന്റ് ഇവന്റ്സ് ആൻഡ് കാറ്ററേഴ്സ്, പത്തനാപുരം. കാറ്ററിംഗ് സർവീസ്. വി കാറ്റർ ഫോർ ഓൾ ഒക്കേഷൻ. എലഗന്റ് ഇവന്റ്സ്, SBT ATM സമീപം, KO എബ്രഹാം ബിൽഡിംഗ്, പത്തനാപുരം. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, മെയിൻ റോഡ്, പുനലൂർ. സാനിറ്ററി ആൻഡ് ബാത്റൂം ഫിറ്റിംഗ്സ്, ടൈൽസ്, പാരിവെയർ, ക്രിസ്റ്റൽ ബാത്ത് ഗാലറി, ഇലക്ട്രിക്കൽ ഗുഡ്സ്, ഫാൻസി ലൈറ്റുകൾ, പാനസോണിക് AC-യുടെ അംഗീകൃത ഡീലർ, ഫിനോലെക്സ് പ്ലംബിംഗ് പൈപ്പുകൾ, കിച്ചൺ കബോർഡ് ആക്സസറീസ്, ക്വിക്ക് സ്റ്റെപ്പ് വുഡൻ ഫ്ലോറിംഗ്, മഹീന്ദ്ര പവർ ഓൾ ജനറേറ്ററുകൾ, ഹാർഡ്വെയർ. ഗുണമേന്മ, വിൽപ്പനാനന്തര സേവനം എന്നിവ ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, പുനലൂർ. എടാ, നിന്നെപ്പോലെ ചെറുപ്പത്തിൽ തുടങ്ങിയതായി എനിക്കും ഡയബറ്റീസ്. എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും വീണ്ടെടുത്തു തന്നത് നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ അല്ലേ? ഡയബറ്റിക് റെറ്റിനോപ്പതി മൂലമുണ്ടാകുന്ന കാഴ്ചക്കുറവ് ചികിത്സിച്ച് മാറ്റുക തന്നെ വേണം. അതിന് ഏറ്റവും മികച്ച ചികിത്സ നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ. കാറ്ററാക്ട്, ഗ്ലൂക്കോമ ആൻഡ് ഡയബറ്റിക് ഐ കെയർ സെന്റർ. കാഴ്ചയുടെ ദീപവുമായി ഞങ്ങൾ നിങ്ങൾ പൊന്നു വാങ്ങുമ്പോൾ പൊന്നു സമ്മാനം. നറുക്കെടുപ്പോ ഭാഗ്യ പരീക്ഷണമോ ഇല്ല. ഓരോ പവൻ സ്വർണത്തിനുമൊപ്പം ഒരു ഗോൾഡ് കോയിൻ തികച്ചും സമ്മാനമായി സ്വന്തമാക്കാം. പൊന്നു വാങ്ങൂ, പൊന്നു സമ്മാനമായി നേടൂ. ഇടിമണിക്കൽ ജുവലറിയിൽ വളകലക്കം. അപൂർവ സുന്ദരങ്ങളായ വളകളുടെ 1000-ലേറെ ഡിസൈനുകൾ. പൊന്നു വാങ്ങുമ്പോൾ പൊന്നു സമ്മാനം. ഈ ഓഫർ ഒക്ടോബർ 15 വരെ മാത്രം. ഇടിമണിക്കൽ ജുവലറി, പുനലൂർ. ഇടിമണിക്കൽ ഫാഷൻ ജുവലറി, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം, മുക്കുട്ടുതറ, ചിറ്റ, റാന്നി. മണിയാർ ഇടക്കുന്ന് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ജനനി പബ്ലിക് ലൈബ്രറി ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ വിളക്കുടി സ്നേഹതീരത്തിൽ പൊതിച്ചോറ് വിതരണം ചെയ്തു. ക്ലബ്ബ് രക്ഷാധികാരി രാമചന്ദ്രൻ പിള്ള ഉദ്ഘാടനം നിർവഹിച്ചു. മണിയാർ ഇടക്കുന്ന് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ജനനി പബ്ലിക് ലൈബ്രറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ പ്രവർത്തകരാണ് വിളക്കുടി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്നേഹതീരത്തിൽ ഉച്ചഭക്ഷണമായി പൊതിച്ചോറ് നൽകിയത്. കഴിഞ്ഞ 15 വർഷമായി പ്രവർത്തന രംഗത്തുള്ള ക്ലബ്ബ് ഇത്തരം സേവന രംഗത്ത് എത്തുന്നത് ആദ്യമാണ്. സ്നേഹതീരത്തിൽ സംഘടിപ്പിച്ച ലളിതമായ ചടങ്ങിൽ ക്ലബ്ബ് രക്ഷാധികാരി രാമചന്ദ്രൻ പിള്ള ഉദ്ഘാടനം നിർവഹിച്ചു. 3 ആഴ്ച മുതൽ ഏതാണ്ട് 80-85 വയസ്സ് വരെയുള്ള പ്രായമുള്ള ആളുകളെ ഇവിടെ സംരക്ഷിച്ചു പോരുന്നു. യഥാർത്ഥത്തിൽ ഉള്ള സ്നേഹതീരം സ്നേഹത്തിന്റെ പങ്ക് വഹിക്കുന്നത് ഇവിടെയാണ്. സ്നേഹത്തിന്റെ മറുവാക്ക് മറ്റൊന്നുമല്ല, ജനസേവനം മാത്രമാണ്. അത് അങ്ങനെയാണെങ്കിൽ യഥാർത്ഥ സ്നേഹതീരം ഇവിടെ നമ്മൾ കണ്ടുകഴിഞ്ഞു. തുടർന്ന് എല്ലാ മാസത്തെയും ആദ്യ 2ാം ശനിയാഴ്ച സ്നേഹതീരത്തിലേക്കുള്ള ഭക്ഷണം ക്ലബ്ബ് പ്രവർത്തകർ നൽകുമെന്നാണ് അറിയിച്ചത്. പ്രസിഡന്റ് P. അഭിരാജ്, സെക്രട്ടറി തഹുൽ, അനിൽകുമാർ, സുനിൽകുമാർ, സുജാത, ഗീത, സൂര്യകുമാരി തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ബോണസ് പ്രശ്നവുമായി ബന്ധപ്പെട്ട് ചാലിയക്കര AVT എസ്റ്റേറ്റിൽ യൂണിയനുകൾ നടത്തിവന്ന സമരം താൽക്കാലികമായി പിൻവലിച്ചു. ഡിസംബർ 17-ന് വീണ്ടും ചർച്ചകൾ നടക്കും. ബോണസ് വിഷയവുമായി ബന്ധപ്പെട്ട ചാലിയക്കര AVT തോട്ടത്തിൽ വിവിധ തൊഴിലാളി യൂണിയനുകൾ നടത്തിവന്ന സമരം താൽക്കാലികമായി പിൻവലിച്ചതായി CPM പുനലൂർ ഏരിയ സെക്രട്ടറി S. ബിജു അറിയിച്ചു. ഇന്നലെ ആലപ്പുഴയിൽ നടന്ന റീജിയണൽ ലേബർ ഓഫീസറുടെ ഓഫീസിൽ നടന്ന ചർച്ചയിൽ മാനേജ്മെന്റിനെ പ്രതിനിധീകരിച്ച് എസ്റ്റേറ്റ് മാനേജർ അടക്കമുള്ള ആളുകൾ പങ്കെടുക്കുകയുണ്ടായി.
യൂണിയനുകളെ പ്രതിനിധീകരിച്ച് CITUവിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗവും മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായ S. ജയമോഹൻ അടക്കം ഉള്ള നേതാക്കളും പങ്കെടുത്തു. ഈ ചർച്ചയിൽ ഉണ്ടായ ധാരണ 20% ആയി ബോണസ് വർദ്ധിപ്പിച്ചു നൽകണം എന്ന് യൂണിയനുകൾ ആവശ്യപ്പെട്ടു. അങ്ങനെ 20% വർദ്ധിപ്പിച്ചു നൽകുന്നതിന് കമ്പനിയുമായി ഈ വിഷയത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്ത് മാത്രമേ തീരുമാനിക്കാൻ കഴിയൂ എന്നും അതിന് 17-ാം തീയതി വരെയുള്ള സമയം നൽകണം എന്നുമാണ് മാനേജ്മെന്റിനെ പ്രതിനിധീകരിച്ച് വന്നവർ പറഞ്ഞത്. അതനുസരിച്ച് 17-ാം തീയതി വീണ്ടും ചർച്ച നടത്തുന്നതിനാണ് തീരുമാനിച്ചിട്ടുള്ളത്. തത്വത്തിൽ 20% തുല്യമായ ഒരു തുക നൽകുന്നതിന് അവർ ആലോചിക്കും എന്ന് തന്നെ ഉറപ്പ് നൽകിയിട്ടുണ്ട്. മാനേജ്മെന്റ് സ്റ്റാഫ് കമ്പനിയുമായി ഒരു ചർച്ച കൂടി നടത്തിക്കൊണ്ട് 17-ന് ആ കാര്യത്തിൽ ഒരു ധാരണ ഉണ്ടാക്കുന്നതിനാണ് ഇപ്പോൾ ആലോചിച്ചിട്ടുള്ളത്. ആ 17-ാം തീയതി വരെ ഒരു മെല്ലപ്പോക്ക് സമരത്തിന്റെ എല്ലാം ഭാഗമായി കാട്ടുവേലക്കാർ ജോലിക്ക് ഇറങ്ങേണ്ട എന്നെടുത്ത തീരുമാനം പിൻവലിക്കണം എന്ന് മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്ന് വന്ന പ്രതിനിധികൾ ആവശ്യപ്പെട്ടു. അതനുസരിച്ച് 17-ാം തീയതി വരെ കാട്ടുവേലക്കാർ ജോലിക്ക് ഇറങ്ങുന്നതിനും നിലവിൽ എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെ മുഴുവൻ തൊഴിലാളികളും കമ്പനിയുടെ പൊതു താൽപര്യം സംരക്ഷിച്ചുകൊണ്ട് പണിയെടുക്കുന്നതിനും താൽക്കാലികമായി സമരം നിർത്തിവെക്കുന്നതിനും തീരുമാനിച്ചു. റീജിയണൽ ലേബർ ഓഫീസറുടെ നേതൃത്വത്തിൽ AVT മാനേജ്മെന്റും തൊഴിലാളി യൂണിയൻ നേതാക്കളും ആലപ്പുഴയിൽ നടത്തിയ ചർച്ചയിൽ ബോണസ് വിഷയം ചർച്ച ചെയ്യുന്നതിന് 16-ാം തീയതി വരെ സമയം വേണം എന്ന് മാനേജ്മെന്റ് ആവശ്യപ്പെട്ടിരുന്നു. തുടർന്ന് 17-ാം തീയതി വീണ്ടും ചർച്ച നടത്തുവാൻ തീരുമാനിച്ചു. 20% ബോണസാണ് തൊഴിലാളികൾ ആവശ്യപ്പെട്ടത്. എന്നാൽ 18% ബോണസ് നൽകൂ എന്ന് മാനേജ്മെന്റ് ശഠിച്ചതാണ് തൊഴിലാളികളെ സമരത്തിലേക്ക് നയിച്ചത്. 17-ാം തീയതിയിലെ ചർച്ചയിൽ അന്തിമ തീരുമാനം ഉണ്ടായില്ലെങ്കിൽ സമരം ശക്തമാക്കാനാണ് തീരുമാനം. ന്യൂസ് ബ്യൂറോ, പുനലൂർ. മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. ശശിധരന്റെ ആരോപണത്തിനെതിരെ തെന്മലയിൽ LDF നേതാക്കൾ രംഗത്ത്. സംഭവത്തെക്കുറിച്ച് കേട്ടുകേൾവി പോലുമില്ലെന്ന് നേതാക്കൾ. ഇക്കഴിഞ്ഞ ദിവസമാണ് തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട് LDF നേതാക്കൾ കോഴ വാങ്ങിയെന്ന ആരോപണം K. ശശിധരൻ ഉന്നയിച്ചത്. ഇടമൺ ചിറ്റാലങ്കോട് കേന്ദ്രമാക്കി വെടിമരുന്ന് സംഭരണശാല നിർമ്മാണത്തിന് അനുമതി നൽകുന്നതിന് തെരഞ്ഞെടുപ്പ് കാലത്ത് ധാരണയുണ്ടാക്കി 20 ലക്ഷം രൂപ LDF നേതാക്കൾ കൈപ്പറ്റിയെന്നായിരുന്നു ആരോപണം. എന്നാൽ സംഭവത്തെക്കുറിച്ച് കേട്ടുകേൾവി പോലുമില്ലെന്ന് LDF നേതാക്കൾ പ്രതികരിച്ചു. വാർത്തയിലൂടെയാണ് സംഭവത്തെക്കുറിച്ച് അറിഞ്ഞതെന്നും കരിമരുന്ന് സംഭരണശാലയുടെ അനുമതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുൻ പഞ്ചായത്ത് ഭരണസമിതിക്ക് മാത്രമേ അറിയുകയുള്ളൂവെന്നും തെന്മല ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റും CPI നേതാവുമായ L. ഗോപിനാഥപിള്ള പ്രതികരിച്ചു. ഈ വെടിമരുന്ന് ശാലയുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് സമയത്തും ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല. ഇതറിയാവുന്നത് മുഴുവൻ പഴയ ഭരണസമിതിയായ ശശിധരന്റെ നേതൃത്വത്തിലുള്ളവർക്ക് മാത്രമാണ് ഈ വെടിമരുന്നിനെ കുറിച്ച് അറിയാവുന്നത്. ഞങ്ങൾക്കറിയില്ല. ഞങ്ങളുടെ പ്രതിപക്ഷം എന്ന നിലയിൽ കഴിഞ്ഞ കമ്മിറ്റിയിൽ 2-3 പേരുള്ളവരെ ആരെയും ഇതൊന്നും അറിയിച്ചിട്ടുമില്ല. അപ്പോൾ യാതൊന്നുമില്ലാത്ത സാഹചര്യത്തിൽ മനഃപൂർവ്വം വെടിമരുന്ന് ശാലക്കാരൻ്റെ നിന്ന് പണവും കൈപ്പറ്റിക്കൊണ്ട് ആ വെടിമരുന്ന് ശാലക്കാരനെ ദ്രോഹിച്ചുകൊണ്ട് വളരെ ബോധപൂർവം മുൻകൂട്ടി ഇത്തരം ഒരു പ്രസ്താവന ശശിധരൻ നടത്തിയത് വളരെ ബോധപൂർവമാണ്. വെടിമരുന്ന് ശാലക്കാരനെ ഇന്ന് കാശും വാങ്ങിക്കൊണ്ട് വളരെ മനഃപൂർവ്വം LDFനെ ആക്ഷേപിക്കുന്ന തരത്തിലാണ്. LDFനെ അങ്ങനെ കോഴ വാങ്ങി എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചതിൽ ഞങ്ങൾക്ക് പരാതിയുമുണ്ട്. അത്തരം പരാതികൾ ഒക്കെ തീർച്ചയായിട്ടും കൊടുക്കേണ്ടടുത്ത് കൊടുക്കും. ഇതിന് കോഴ വാങ്ങിയതും ഇത് നടത്തിയതുമെല്ലാം ശശിധരന്റെ കാലഘട്ടത്തിലാണ്. ഞങ്ങൾക്കിതുമായി യാതൊരു ബന്ധവുമില്ല. ഞങ്ങൾ ഈ പുതിയ കമ്മിറ്റി വന്നതിന് ശേഷവും ഇത് കമ്മിറ്റിയിൽ അറിഞ്ഞിട്ടില്ല, കമ്മിറ്റി വെച്ചിട്ടില്ല. ഇവിടെ ഒരു അപേക്ഷ ഉണ്ടെന്ന് പോലും ഞങ്ങൾക്ക് ഇതുവരെ അറിയില്ല. കാര്യങ്ങൾ അന്വേഷിച്ചതിൽ K. ശശിധരൻ കോഴ വാങ്ങുകയും പിടിക്കപ്പെടാതിരിക്കാൻ മുൻകൂർ ജാമ്യം എടുക്കുകയും ചെയ്യുകയാണ് എന്നും വിഷയം പഞ്ചായത്ത് ഭരണസമിതിയുടെ പരിഗണനയിൽ വന്നാൽ ജനവികാരം കണക്കിലെടുത്ത് മാത്രമേ അനുമതി സംബന്ധിച്ച കാര്യങ്ങൾ തീരുമാനിക്കൂ എന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ ജനങ്ങൾ തെരഞ്ഞെടുത്ത ഭരണസമിതിയെ താഴ്ത്തിക്കെട്ടാനാണ് K. ശശിധരൻ ശ്രമിക്കുന്നതെന്നും കോഴ ആരോപണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് CPMനോ LDFനോ യാതൊരു ബന്ധവുമില്ലെന്നും തെന്മല ഗ്രാമപഞ്ചായത്ത് അംഗവും CPM ഇടമൺ മുൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുമായിരുന്ന A. ജോസഫ് പ്രതികരിച്ചു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളായി ഇവിടെ മത്സരിച്ച 10 പേർ മെമ്പർമാരായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആ തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനാർത്ഥികളുടെ പ്രസ്ഥാനവും അതേപോലെ അതിലുള്ള ജനങ്ങളുടെയും
സമ്പത്ത് ഉപയോഗിച്ചിട്ടുണ്ടെന്ന്. അല്ലാതെ ഒരു വ്യക്തിയുടെയും സമ്പത്ത് ഇതുമായി ബന്ധപ്പെട്ട് ഒരു സ്ഥാനാർത്ഥിക്കും ലഭിച്ചിട്ടുമില്ല, കിട്ടിയതുമില്ല. നമ്മൾ അതുമായി ബന്ധപ്പെട്ടുള്ള ആരോപണം ഇപ്പോൾ മാത്രമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പുതുതായി ഇവിടെ പഞ്ചായത്തിലേക്ക് വന്ന് ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊരു അറിവില്ല. അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള ആരോപണം ഉന്നയിച്ച മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് അതുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകൾ പൊതുജന സമക്ഷത്തിൽ കൊണ്ടുവന്ന് ഇങ്ങനെ ആരെങ്കിലും മേടിച്ചിട്ടുണ്ടെങ്കിൽ അവരെ ജനമധ്യത്തിൽ തുറന്നു കാണിക്കുകയാണ് വേണ്ടത്. അല്ലാതെ അടച്ചാക്ഷേപിക്കുന്ന ഒരു സമീപനം എടുക്കരുത്. ഇതുമായി ബന്ധപ്പെട്ട ആ സംവരണ കേന്ദ്രവുമായി ബന്ധപ്പെട്ടുള്ള വ്യക്തിയെ ഞങ്ങളിവിടെ പഞ്ചായത്തിൽ വെച്ചോ മറ്റുള്ള ഏതോ നമുക്ക് ആ വ്യക്തി ഇതുവരെ അറിയാൻ കഴിയുന്ന കക്ഷി പോലും അല്ല, നമ്മുടെ പ്രദേശത്തുള്ള അല്ല എന്നാണ് നമ്മൾ അന്വേഷണം മനസ്സിലാക്കിയിട്ടുള്ളത്. എന്നാൽ ഇടമൺ ചിറ്റാലങ്കോട് കേന്ദ്രീകരിച്ച് കരിമരുന്ന് സംഭരണശാല നിർമ്മിക്കുന്നതിന് ആവശ്യമായ അപേക്ഷ തെന്മല പഞ്ചായത്തിൽ ലഭിച്ചിട്ടുണ്ടെന്നും മാസ് പെറ്റീഷൻ ലഭിച്ച സാഹചര്യത്തിൽ കളക്ടർ നൽകിയ അനുമതി പുനഃപരിശോധിക്കാൻ പഞ്ചായത്ത് ഫയൽ തിരിച്ചയച്ചതായും പഞ്ചായത്ത് വൃത്തങ്ങൾ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തെന്മല. അഞ്ചൽ ഗവൺമെന്റ് ആശുപത്രി വയോജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതായി പരാതി. പുതിയ മെഡിക്കൽ ഓഫീസർ ചാർജ് എടുത്തതോടെയാണ് പ്രശ്നങ്ങൾ തുടങ്ങിയതെന്നും ആക്ഷേപമുയരുന്നു. എല്ലാ വ്യാഴാഴ്ചയിലും വയോജനങ്ങൾക്കായി പ്രത്യേകം ക്ലിനിക്ക് പ്രവർത്തിക്കുന്നു എന്നതാണ് കണക്ക്. എന്നാൽ വയോജനങ്ങൾക്കായി പ്രത്യേകം ക്യൂവോ ചെക്കപ്പിനായി പ്രത്യേക ഡോക്ടറോ ഇല്ല. മറ്റ് അസുഖങ്ങളുമായും പകർച്ചവ്യാധികളുമായി വരുന്നവരുടെ ഇടയിൽ മണിക്കൂറുകളോളം ക്യൂ നിൽക്കേണ്ട ഗതികേടാണ് ഇപ്പോൾ ഈ ആശുപത്രിയിലെത്തുന്ന വയോജനങ്ങൾക്കുള്ളത്. മറ്റ് അസുഖങ്ങൾ വളരെ വേഗം പിടിപെടാൻ സാധ്യതയുണ്ട് എന്നിരിക്കെ അസുഖക്കാരോടൊപ്പം വയോജനങ്ങളെ ക്യൂ നിർത്തുന്നത് അപകടം വിളിച്ചു വരുത്തുകയാണ്. മണിക്കൂറുകളോളം ക്യൂ നിന്നാൽ അവർക്ക് ലഭിക്കുന്നത് ഒരാഴ്ചയിലേക്കുള്ള മരുന്ന് മാത്രം. എന്നാൽ ശരിയായ ചികിത്സ കിട്ടണമെങ്കിൽ മെഡിക്കൽ ഓഫീസറെ ക്വാർട്ടേഴ്സിൽ പോയി കാണേണ്ട സ്ഥിതിയാണ് ഇപ്പോഴുള്ളത്. ആശുപത്രിയുടെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്കെതിരെ ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് പരാതി നൽകാനുള്ള തയ്യാറെടുപ്പിലാണ് നാട്ടുകാർ. നേരത്തെ ഇരുന്ന ഡോക്ടർമാരെ വളരെ മാന്യമായിട്ടായിരുന്നു. NCD ക്ലിനിക്കാണ് അവരെ മാത്രം പ്രത്യേകമായിട്ടൊരു ഡോക്ടർ അതിനുള്ള സംവിധാനങ്ങളുണ്ട്. ഇപ്പോൾ എല്ലാം താറുമാറാക്കി അദ്ദേഹത്തിന്റെ ഭരണമാണ്. എന്താണ് അദ്ദേഹം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതിന്റെ ലാഭം എന്നുള്ളത് നമുക്കറിയില്ല. ആ കോട്ടേഴ്സിലേക്കിട്ടാണ് എല്ലാവരെയും ക്ഷണിക്കുന്നത്. സർക്കാർ ആശുപത്രി ഡോക്ടർ നമ്മളെന്തിനാണ് കോട്ടേഴ്സിൽ കാണുന്നത്? ഫീസ് വാങ്ങുന്നതിനെ പറ്റി നമ്മൾ പോയിട്ടില്ല. പലരും പോയവരുണ്ട്, പിന്നെ വിളിക്കുന്നവരുണ്ട്, പോകുന്നവരൊക്കെ ഉണ്ട്. ആളുകാരെ പോയിട്ടില്ല. പോയില്ല. നമ്മൾ ഇടയ്ക്ക് രാവിലെ വന്ന് വേണമെങ്കിൽ മറ്റു രോഗികളെ പോയിട്ട് നമ്മളിട്ട് ബുദ്ധിമുട്ടിരിക്കുകയും അതിന് ചർച്ചകളുള്ളൂ. നേരത്തെ അങ്ങനെയല്ല നടന്നുകൊണ്ടിരിക്കുന്നത്. NCD കാലം പ്രത്യേക ഒരു സ്ഥലത്തായിരുന്നു ഇതിന്റെ കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ ഈ എത്രയും പെട്ടെന്ന് രാത്രി ഉണ്ടാക്കണമെന്നാണ് നമ്മൾ തീരുമാനിച്ച് പരാതി തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ഈ നിമിഷമായിരുന്നു എന്റെ സ്വപ്നം. ഈ കാഴ്ചയ്ക്കായിരുന്നു എന്റെ കാത്തിരിപ്പ്. ഈ മുഹൂർത്തത്തിനായിരുന്നു ഞങ്ങളുടെ ജീവിതം. ഈ സംഗമത്തിനായിരുന്നു ഞങ്ങളുടെ പ്രാർത്ഥന. പാലത്ര ഫാഷൻ ജുവലേഴ്സ്, as pure as your love. പുനലൂർ, ആലപ്പി, പത്തനംതിട്ട, ചേർത്തല. വെറൈറ്റി ലേഡീസ് കളക്ഷൻസിന്റെ നവീകരിച്ച ഷോറൂം പുനലൂർ SPTക്ക് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. മാച്ചിങ് മാല, വള, കമ്മൽ, ഹെയർ ക്ലിപ്പ്, ഷെഹനാസ്, ലാക്മി, ആറ്റിക്സ് ഡാസ്ലർ, മെബ്ലിൻ, ലോറിയൽ, ലോട്ടസ്, റെവലോൺ കൂടാതെ നിരവധി പ്രമുഖ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ ലേഡീസ് ബാഗുകൾ, പേഴ്സുകൾ, ക്ലേഷ് ബാഗുകൾ, ഗിഫ്റ്റ് ടോയ്സ്, ഫ്ലവേഴ്സ്, ക്ലേഷ് ഐറ്റംസ്, ചുരിദാർ മെറ്റീരിയൽസ്, ബ്രൈഡൽ കളക്ഷൻസ്, ഡാൻസ് ഓർണമെന്റ്സ്, ഭരതനാട്യം സെറ്റ് ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നു. വെറൈറ്റി ലേഡീസ് കളക്ഷൻസ്, സിറ്റി അലുമിനിയം ട്രേഡേഴ്സ്, ചെമ്മന്തൂർ, പുനലൂർ. മികച്ച പ്രാവീണ്യം നേടിയ ഞങ്ങൾ അലൂമിനിയം പാർട്ടീഷൻ, സൂപ്പർ സ്ലൈഡിംഗ് വിൻഡോസ്, ഫോൾ സീലിംഗ്സ്, സ്ട്രക്ചറൽ ഗ്ലേസിംഗ്, ജിപ്സം ബോർഡ്, PVC ഡോർ, PVC സീലിംഗ്, കിച്ചൺ കബോർഡ് ആക്സസറീസ്, ബാത്റൂം ഡോർസ് കൂടാതെ എല്ലാവിധ അലൂമിനിയം ഫാബ്രിക്കേഷൻ വർക്ക്സും മെറ്റീരിയൽസും ഞങ്ങളിൽ നിന്ന് മിതമായ വിലയിൽ പർച്ചേസ് ചെയ്ത് നിങ്ങളുടെ സൗകര്യാർത്ഥം ചെയ്തു നൽകപ്പെടുന്നു. സിറ്റി അലൂമിനിയം ട്രേഡേഴ്സ്, ഫോൺ 0475220357. പൊന്നണിയാൻ ആശിക്കുന്ന പെൺമനസ്സുകൾക്ക് പൊന്നിൻ കലവറയുമായി പവിഴം ഗോൾഡ്. ലേറ്റസ്റ്റ് ഫാഷൻ ഡിസൈൻ ആഭരണങ്ങളുടെയും പാരമ്പര്യ തനിമയുള്ള ആഭരണങ്ങളുടെയും വിപുലമായ കളക്ഷൻസ്. മനസ്സ് നിറഞ്ഞ് അണിഞ്ഞൊരുങ്ങാൻ പവിഴം ഗോൾഡ് ഉള്ളപ്പോ ആഘോഷങ്ങൾക്കിനി അതിരുകൾ വേണ്ട. പവിഴം ഗോൾഡ് 100% 916 BIS ഹോൾമാർക്ക് ഷോറൂം, മുനിസിപ്പൽ ബിൽഡിംഗ്, മാർക്കറ്റ് ജംഗ്ഷൻ, പുനലൂർ. അഞ്ചൽ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ ആതുര സേവനത്തിന്റെ 62ാം വർഷത്തിളക്കത്തിൽ മൾട്ടി സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗത്തിലുള്ള എല്ലാത്തരം രോഗങ്ങൾക്കും പ്രതിവിധി നൽകുന്നു. പരിചയസമ്പന്നരും പ്രഗത്ഭരുമായ ഡോക്ടേഴ്സ്, ഡയാലിസിസ് യൂണിറ്റ്, ബ്ലഡ് ബാങ്ക്, ക്ലിനിക്കൽ ലാബ്, ന്യൂറോ ICU, കാർഡിയക് ICU, സർജിക്കൽ ICU മുതലായ നൂതന സൗകര്യങ്ങളോട് കൂടിയ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ അഞ്ചലിന്റെ ഹൃദയഭാഗത്തായി ശോഭിക്കുന്നു. ഫോൺ 0475 2271 341 ഓധാൻ ഫിനിഷർ ചർച്ച് പുനലൂർ ഒരുക്കുന്ന ആരാധനയും വിടുതൽ ശുശ്രൂഷയും എല്ലാ ഞായറാഴ്ചയും വെള്ളിയാഴ്ചയും
രാവിലെ 10:30 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ. പുനലൂർ ചെമ്മന്തൂർ YMCA ഹാളിൽ ഈ തലമുറയിലെ അഭിഷിക്തനായ പാസ്റ്റർ ജോഷി വർഗീസ് ദൈവവചനം ശുശ്രൂഷിക്കുന്നു. നിങ്ങൾക്കായി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഏവർക്കും സ്വാഗതം. വരിക, യേശുക്രിസ്തു നിങ്ങളെ വിടുവിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 9605061422 9744674066. പുനലൂരിന്റെ ആദ്യകാല MLAയും അധ്യാപകനുമായിരുന്ന P. ഗോപാലന്റെ സ്മരണാർത്ഥം അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. അഡ്വക്കേറ്റ് കെ രാജു MLA സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പുനലൂരിന്റെ ആദ്യകാല MLAയും അധ്യാപകനുമായിരുന്ന P. ഗോപാലന്റെ അനുസ്മരണ സമ്മേളനം അഞ്ചൽ സംഘടിപ്പിച്ചു. P. ഗോപാലൻ സ്മാരക ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിലാണ് സമ്മേളനം സംഘടിപ്പിച്ചത്. ലൈബ്രറി ഹാളിൽ നടന്ന അനുസ്മരണ സമ്മേളനം അഡ്വക്കേറ്റ് കെ രാജു MLA ഉദ്ഘാടനം ചെയ്തു. ഈ അഞ്ചൽ മേഖലയിലെ ഏറ്റവും വലിയ അധ്യാപക സമ്പത്ത് അല്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖലയിലെ പ്രധാന നേതാക്കന്മാരും പ്രവർത്തകരുമായിരുന്നവർക്കെല്ലാം ഗുരുനാഥനായിരുന്നു ഗോപാലൻ സാറ്. ലൈബ്രറി പ്രസിഡന്റ് VY വർഗീസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ലെനു ജമാൽ സ്വാഗതം പറഞ്ഞു. മുൻ MLA PS സുബാൽ അനുസ്മരണ പ്രഭാഷണം നടത്തി. എല്ലാ മേഖലകളിലും സജീവമായി പ്രവർത്തിച്ച വ്യക്തിത്വമായിരുന്നു ഗോപാലൻ. ഒരു മേഖലയിൽ നിന്നും അദ്ദേഹത്തെ മാറ്റി നിർത്തുവാൻ നമുക്ക് കഴിയുമായിരുന്നു. ചരിത്രം കുറിച്ച വ്യക്തിത്വമാണ്. നമുക്കറിയാം, കേരള പിറവിക്ക് ശേഷം, കേരള സംസ്ഥാനം രൂപീകരിക്കപ്പെട്ടതിന് ശേഷം ആദ്യമായി നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് കേരളത്തിൽ അധികാരത്തിലുള്ളത്. കേരളത്തിന്റെ വളർച്ചയ്ക്കും പുരോഗതിക്കും വികസനത്തിനുമൊക്കെ അടിത്തറവാകിയ ഗവൺമെന്റ് ആയിരുന്നു 1977 CPIയുടെ നേതൃത്വത്തിലുള്ള സഖാവ് EMS നമ്പൂതിരിപ്പാട് മുഖ്യമന്ത്രിയായിട്ടുള്ള അച്യുതമേനോൻ ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്ന ഗവൺമെന്റ് വലിയ സംഭാവന സമൂഹത്തിന് വേണ്ടി നൽകിയ ഗവൺമെന്റ്. 1957 ആദ്യ പൊതു തെരഞ്ഞെടുപ്പിൽ, കേരളത്തിൽ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പിൽ അന്ന് പുനലൂർ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് നിയമസഭയിലേക്ക് പോയയാളാണ് ഗോപാലൻ. ദിനാചരണത്തോടനുബന്ധിച്ച് UP തലത്തിൽ നടത്തിയ വായനാ മത്സരത്തിൽ വിജയികളായ വിദ്യാർത്ഥികൾക്ക് അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജാ ചന്ദ്രബാബു സമ്മാനം വിതരണം ചെയ്തു. സംസ്ഥാന ലൈബ്രറി കൌൺസിൽ അംഗം A. സലീം, താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി K. കൃഷ്ണൻകുട്ടി, അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഗിരിജ മുരളി, ഗ്രാമപഞ്ചായത്ത് അംഗം ബിന്ദു മുരളി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ഇനി സ്വർണ്ണവില നിരക്കുകൾ. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്രം ജുവല്ലേഴ്സ് പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പവിത്രം ജുവല്ലേഴ്സ് പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുനലൂരിൽ ബൈക്ക് മോഷണ സംഘം അറസ്റ്റിലായത് വർക്കല സ്വദേശി മുഹമ്മദ് ആഷിഖും തടിക്കാട് സ്വദേശി അബ്ദുൾ നാസറും. കുപ്രസിദ്ധ മോഷ്ടാവ് ആഡ് ആന്റണിയെ തെളിവെടുപ്പിനായി അഞ്ചലിലെത്തിച്ചു. പുനലൂർ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി. മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. ശശിധരന്റെ ആരോപണത്തിനെതിരെ തെന്മലയിലെ LDF നേതാക്കൾ. ഇതു സംബന്ധിച്ച് കേട്ടുകേൾവി പോലുമില്ലെന്നും നേതാക്കൾ. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം. ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പുനലൂർ ഇലക്ട്രിക്കൽസ്, വെറൈറ്റി ലേഡീസ് കളക്ഷൻസ് പുനലൂർ, കിങ്സ് മെഡിക്കൽ ലാബ് പുനലൂർ, ഇടിമണിക്കൽ ജുവലറി പുനലൂർ, കുരുമ്പേലിൽ ഇലക്ട്രോണിക്സ് പുനലൂർ, ശങ്കർ സായി ഹോസ്പിറ്റൽ പുനലൂർ.